ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്കാർ, ബാഫ്റ്റ, ഗോൾഡൻ ഗ്ലോബ്, എമ്മി, ഗ്രാമി തുടങ്ങിയ സിനിമ, ടെലിവിഷൻ, നാടക, സംഗീത പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി ഓസ്കാർ അവാർഡുകൾ. ഓസ്കാർ അവാർഡ് എന്നത് ശരിയായ പേരല്ല. ശരിക്കുള്ള പേര് അക്കാദമി അവാർഡ്. എന്നാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഏറ്റെടുത്ത പേര് ഓസ്കാർ അവാർഡ് എന്നാണ്. അക്കാദമി അവാർഡുകൾ നൽകുന്നത് അമേരിക്കയിലെ കാലിഫോർണിയ ആസ്ഥാനമായ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ്. അക്കാദമി അവാർഡ് അഥവാ ഓസ്കാർ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1929. 2024 മാർച്ച് 10 പ്രഖ്യാപിച്ചത് 96ാമത് പുരസ്കാരങ്ങൾ. 23 ഇനങ്ങളിലുണ്ട് പുരസ്കാരങ്ങൾ. PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം. 2024 ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഓപ്പൺഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൺഹൈമറുടെ ബയോപിക് അഥവാ ജീവിത ചിത്രീകരണമാണ് ഓപ്പൺഹൈമർ എന്ന സിനിമ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിൽ വർഷിച്ച അണുബോംബ് വികസിപ്പിച്ച മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറായിരുന്നു റോബർട്ട് ഓപ്പൺഹൈമർ. ഓർക്കുക, 2024 ഓസ്കാർ അവാർഡിൽ നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. 13 നോമിനേഷനുകളോടെ അവാർഡ് നിർണയ കമ്മിറ്റിക്ക് മുമ്പിലെത്തിയ ഓപ്പൺഹൈമർ എന്ന ഫിലിം നേടിയത് 7 അവാർഡുകൾ. മികച്ച ചിത്രം എന്നതുകൂടാതെ മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സഹനടൻ, മികച്ച സംഗീതം, മികച്ച ഛായാഗ്രഹണം, മികച്ച എഡിറ്റിംഗ്, അങ്ങനെ ആകെ 7 അവാർഡുകൾ. ഓപ്പൺഹൈമറിലൂടെ മികച്ച സംവിധായകനായത് ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. 21ാം നൂറ്റാണ്ടിലെ ലീഡിംഗ് ഫിലിം മേക്കർ എന്നറിയപ്പെടുന്ന നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ സംവിധാനത്തിന് ഓസ്കാർ അവാർഡ് ജേതാവ്. ഓപ്പൺഹൈമർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മികച്ച നടനായത് കിലിയൻ മർഫി. ഓപ്പൺഹൈമറിലൂടെ തന്നെ മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത് റോബർട്ട് ഡൗണി ജൂനിയറിനാണ്. മാർവൽ കോമിക്കിലെ സൂപ്പർ ഹീറോവായ അയൺ മാൻ എന്ന വേഷത്തിലൂടെ പ്രശസ്തനാണ് റോബർട്ട് ഡൗണി ജൂനിയർ. 2024 ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച നടി എമ്മ സ്റ്റോൺ, ചിത്രം പുവർ തിങ്സ്. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ്, ചിത്രം ദി ഹോൾഡോവേഴ്സ്. ഓർക്കുക, ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓപ്പൺഹൈമർ, ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ, ബെസ്റ്റ് ആക്ടർ കിലിയൻ മർഫി, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ റോബർട്ട് ഡൗണി ജൂനിയർ. 3 പേരും അവാർഡ് നേടിയ ചിത്രം ഓപ്പൺഹൈമർ. ബെസ്റ്റ് ആക്ട്രസ് എമ്മ സ്റ്റോൺ, ഫിലിം പുവർ തിങ്സ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഡാവിൻ ജോയ് റാൻഡോൾഫ്, ഫിലിം ദി ഹോൾഡോവേഴ്സ്. ഓപ്പൺഹൈമറിലൂടെ മികച്ച ഛായാഗ്രഹണത്തിന് ഓസ്കാർ നേടിയത് ഹൊയ്ത്തെ വാൻ ഹൊയ്ത്തമ. ഡച്ച് സ്വീഡിഷ് ഛായാഗ്രാഹകനായ ഹൊയ്ത്തമയുടെ 2ാമത്തെ അക്കാദമി അവാർഡാണിത്. മികച്ച ചിത്രസംയോജനം ജെന്നിഫർ ലേം. അമേരിക്കൻ ഫിലിം എഡിറ്ററാണ് ജെന്നിഫർ ലേം. മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം ലുഡ്വിഗ് ഗൊരാൻസൺ. സ്വീഡിഷ് സംഗീത സംവിധായകനും ഗാനരചയിതാവുമാണ് ഗൊരാൻസൺ. ഓർക്കുക, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി ഹൊയ്ത്തെ വാൻ ഹൊയ്ത്തമ, ഫിലിം ഓപ്പൺഹൈമർ. ബെസ്റ്റ് എഡിറ്റിംഗ് ജെന്നിഫർ ലേം, ഫിലിം ഓപ്പൺഹൈമർ. ബെസ്റ്റ് ഒറിജിനൽ സ്കോർ ലുഡ്വിഗ് ഗൊരാൻസൺ, ഫിലിം ഓപ്പൺഹൈമർ. മികച്ച ഗാനത്തിന് 2024 ഓസ്കാർ അവാർഡ് നേടിയത് 2 സഹോദരങ്ങളാണ്. 22-കാരിയായ ബില്ലി എയ്ലിഷ്, 27-കാരനായ ഫിന്നിയാസ് ഒ കോണൽ എന്നിവർ. ചിത്രം ബാർബി. ഗാനം വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ.
2022 നോ ടൈം ടു ഡൈ എന്ന ചിത്രത്തിലെ നോ ടൈം ടു ഡൈ എന്ന ഗാനത്തിന് അക്കാദമി അവാർഡ് ലഭിച്ചിരുന്ന ബില്ലി എയിലിഷും ഫിന്നിയാസും 2024 ബാർബി എന്ന ചിത്രത്തിലെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോറിന് വീണ്ടും അക്കാദമി അവാർഡ് കിട്ടിയതോടെ 22-കാരിയായ ബില്ലി എയിലിഷ് ഏറ്റവും ചെറിയ പ്രായത്തിൽ 2 പ്രാവശ്യം അക്കാദമി അവാർഡ് നേട്ടത്തിന് ഉടമയായി. ഓർക്കുക, ബെസ്റ്റ് ഒറിജിനൽ സോങ് ബില്ലി എയിലിഷ് ആൻഡ് ഫിന്നിയാസ് ഓ'കോണൽ, ഫിലിം ബാർബി. ഇതോടൊപ്പം ഓർക്കുക, ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ 2023 ഓസ്കാർ അവാർഡ് ലഭിച്ചത് 2 ഇന്ത്യക്കാർക്കായിരുന്നു. എം കീരവാണിയും ചന്ദ്രബോസും. ഗാനം RRR എന്ന ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനരചന ചന്ദ്രബോസ്, സംഗീതം കീരവാണി. ബെസ്റ്റ് ഫിലിമിനുള്ള 2024 ഓസ്കാർ അവാർഡ് ലഭിച്ച ചിത്രം ഓപ്പൺഹൈമർ. എന്നാൽ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന വിഭാഗത്തിൽ അവാർഡ് നേടിയ ചിത്രം ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ബ്രിട്ടനിൽ നിന്നുള്ള ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. 2ാം ലോകമഹായുദ്ധകാലത്തെ ജർമ്മൻ നാസികളുടെ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ പശ്ചാത്തലത്തിൽ എടുത്തതാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഇതോടൊപ്പം ഓർക്കുക, ഈ വിഭാഗത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് മത്സരിച്ചത് 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന മലയാള ചിത്രമായിരുന്നു. ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത 2018 പക്ഷേ നോമിനേഷൻ ലെവലിലേക്ക് എത്തിയില്ല. അടുത്തത് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം. ഉക്രൈനിയൻ ചിത്രമായ 20 Days in Mariupol ആണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റഷ്യയുടെ ഉക്രൈൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണ് 20 Days in Mariupol. ഈ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് നിഷ പഹൂജ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ ടു കിൽ എ ടൈഗർ. കൗമാരക്കാരിയായ മകൾ ക്രൂരമായ ബലാത്സംഗത്തിനു ഇരയായ ശേഷം നീതിക്ക് വേണ്ടി സമരം നടത്തുന്ന ജാർഖണ്ഡിലെ ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് ടു കിൽ എ ടൈഗർ. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ അവാർഡ് നേടിയത് ദി ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. 80,000 സംഗീതോപകരണങ്ങൾ പരിപാലിക്കുകയും അവ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് പരിശീലിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ലോസ് ആഞ്ചലസിലെ ഷോപ്പിനെ കേന്ദ്രീകരിച്ചാണ് ദി ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. ഈ വിഭാഗത്തിൽ 2023 ഓസ്കാർ അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രമാണ് ദി എലിഫൻ്റ് വിസ്പറേഴ്സ്. ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ അക്കാദമി അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ദി എലിഫൻ്റ് വിസ്പറേഴ്സ്. അടുത്തത് ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം. ജാപ്പനീസ് ചിത്രമായ ദ ബോയ് ആൻഡ് ദ ഹെറോൺ ആണ് 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ആനിമേഷൻ ചിത്രം. 12 വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു കൊക്കിനെ കണ്ടുമുട്ടുന്നതും അവൻ്റെ ജീവിതം മാറിമറിയുന്നതുമാണ് ദ ബോയ് ആൻഡ് ഹെറോൺ എന്ന ആനിമേഷൻ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ചിത്രം വാർ ഈസ് ഓവർ. യുദ്ധത്തിൽ വിജയികളില്ല എന്ന സന്ദേശം നൽകുന്ന 11 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമയാണ് വാർ ഈസ് ഓവർ. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം പുരസ്കാരം നേടിയ ചിത്രം ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. ചൂതാട്ടത്തിൽ വൈദഗ്ധ്യം നേടാൻ പുറപ്പെടുന്ന ഒരു ധനികൻ്റെ കഥയാണ് ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. ഓർക്കുക, ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം 20 Days in Mariupol. Best documentary short film The Last Repair Shop. Best animated feature film
The Boy and the Heron. Best Animated Short Film, War is Over. Best Live Action Short Film, The Wonderful Story of Henry Sugar. അടുത്തത് ബാഫ്റ്റ ഫിലിം അവാർഡ്സ്. ദ ബ്രിട്ടീഷ് ഫിലിം അവാർഡ്സ് കൂടുതൽ അറിയപ്പെടുന്ന പേരാണ് ബാഫ്റ്റ ഫിലിം അവാർഡ്സ്. അവാർഡുകൾ നൽകുന്ന ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സിൻ്റെ ചുരുക്കപ്പേരാണ് ബാഫ്റ്റ. ഓസ്കാർ അവാർഡിന് തുല്യമായ ബ്രിട്ടീഷ് പുരസ്കാരമായി ബാഫ്റ്റ അറിയപ്പെടുന്നു. ബാഫ്റ്റ അവാർഡുകൾ നൽകി തുടങ്ങിയ വർഷം 1949. ഗാന്ധി സിനിമയിൽ കസ്തൂർബ ഗാന്ധിയായി അഭിനയിച്ച രോഹിണി ഹട്ടങ്ങാടിയാണ് ബാഫ്റ്റ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ 1982. ഇതോടൊപ്പം ഓർക്കുക, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഭാനു അത്തയ്യ 1982 ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കാരത്തിനായിരുന്നു ഭാനു അത്തയ്യ ഓസ്കാർ അവാർഡ് നേടിയത്. 1998 എലിസബത്ത് എന്ന സിനിമയുടെ സംവിധായകൻ ശേഖർ കപൂർ, 2008 സ്ലം ഡോഗ് മില്യനെയർ സിനിമയിലൂടെ ശബ്ദമിശ്രണത്തിന് റസൂൽ പൂക്കുട്ടി, ഒറിജിനൽ സംഗീതത്തിന് AR റഹ്മാൻ എന്നിവരും ബാഫ്റ്റ അവാർഡ് നേടിയവരാണ്. 2024 ഫെബ്രുവരി 18 ഈ വർഷത്തെ 77ാമത് ബാഫ്റ്റ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഓസ്കാർ അവാർഡ് പ്രഖ്യാപനം 2024 മാർച്ച് 10 എന്ന് ഓർക്കുക. 2024 ബാഫ്റ്റ പുരസ്കാരം ലഭിച്ച മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ. അടുത്തത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ്. സിനിമ, ടെലിവിഷൻ രംഗത്തെ മികച്ച നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിനായി ഹോളിവുഡ് ഫോറിൻ പ്രസ് അസോസിയേഷൻ നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്. ആദ്യ പുരസ്കാരം 1944. ഗോൾഡൻ ഗ്ലോബ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ AR റഹ്മാനാണ്. 2008 സ്ലം ഡോഗ് മില്യനെയർ സിനിമയിൽ ബെസ്റ്റ് ഒറിജിനൽ സ്കോറിന്. 2023 കീരവാണി ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് നേടി RRR സിനിമയിലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിലൂടെ. 2024 ജനുവരി 7 അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്നത് 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് പ്രഖ്യാപനം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ. ഗോൾഡൻ ഗ്ലോബ്, ബാഫ്റ്റ, ഓസ്കാർ എന്നിവയിൽ ആദ്യം പ്രഖ്യാപിക്കുന്ന അവാർഡ് ഗോൾഡൻ ഗ്ലോബ്, രണ്ടാമത് ബാഫ്റ്റ, മൂന്നാമത് ഓസ്കാർ. മൂന്നിലും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ, മികച്ച ഒറിജിനൽ സ്കോർ ലുഡ്വിഗ് ഗൊറാൻസൺ, നടി എമ്മ സ്റ്റോൺ, സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ്, മികച്ച ഒറിജിനൽ സോങ് ബില്ലി എയ്ലിഷ് ആൻഡ് ഫിനിയാസ് തുടങ്ങിയവരെല്ലാം തന്നെയാണ് 3 അവാർഡുകളും പങ്കിടുന്നത്. അടുത്തത് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും പ്രൗഢിയേറിയതുമായ ചലച്ചിത്രോത്സവങ്ങളിൽ ഒന്നാണ് 1946 ആരംഭിച്ച ഫ്രാൻസിലെ കാൻ പട്ടണത്തിൽ നടക്കുന്ന കാൻ ചലച്ചിത്രോത്സവം. കാൻ, വെനീസ്, ബെർലിൻ ഇവയാണ് ബിഗ് 3 യൂറോപ്യൻ ഫിലിം ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്നത്. ബിഗ് 3 യൂറോപ്യൻ ഫിലിം ഫെസ്റ്റിവൽസ് കാൻ ഫെസ്റ്റിവൽ, വെനീസ് ഫെസ്റ്റിവൽ, ബെർലിൻ ഫെസ്റ്റിവൽ. ബിഗ് 5 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്നവ ഫ്രാൻസിലെ കാൻ, ഇറ്റലിയിലെ വെനീസ്, ജർമ്മനിയിലെ ബെർലിൻ, കാനഡയിലെ ടൊറൻറ്റോ, അമേരിക്കയിലെ സൺഡാൻസ് എന്നിവ. കാൻ, വെനീസ്, ബെർലിൻ, ടൊറൻറ്റോ, സൺഡാൻസ് ഇവിടങ്ങളിലെ ഫിലിം ഫെസ്റ്റിവലാണ് ബിഗ് 5 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് എന്ന് അറിയപ്പെടുന്നത്. 2024 മെയ് മാസത്തിൽ നടന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. രചനയും സംവിധാനവും പായൽ കപ്പാഡിയ. മുംബൈയിൽ ജോലി ചെയ്യുന്ന പ്രഭ എന്ന നഴ്സിൻ്റെയും അവളുടെ റൂംമേറ്റ് അനുവിൻ്റെയും
ജീവിതമാണ് ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നത്. മലയാളി താരങ്ങളായ കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവരാണ് നായികാവേഷങ്ങളിൽ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും ഉന്നത പുരസ്കാരമായ പാം ഡോർ അവാർഡ് നേടിയ ചിത്രം അനോര. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഉന്നത പുരസ്കാരമായ പാം ഡോർ അവാർഡ് നേടിയ ചിത്രം അനോര. സംവിധാനം സീൻ ബേക്കർ. അമേരിക്കയിലെ മാൻഹട്ടനിൽ ഉള്ള അനോര എന്ന ചെറുപ്പക്കാരിയായ സെക്സ് വർക്കർ റഷ്യയിലെ ഒരു പ്രഭുവിൻ്റെ മകനെ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ. പാം ഡോർ അവാർഡിന് താഴെ 2ാം ശ്രേണിയിലുള്ള ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. ഇതോടൊപ്പം ഓർക്കുക, 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ നേടിയ പുരസ്കാരം പിയർ അഞ്ജേനിയ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി. പിയർ അഞ്ജേനിയക്സ് എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് മലയാളിയായ സന്തോഷ് ശിവൻ. അടുത്തത് 76ാമത് എമ്മി അവാർഡുകൾ. അമേരിക്കൻ ടെലിവിഷൻ രംഗത്തിലെ മികവുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് എമ്മി അഥവാ എമ്മി അവാർഡുകൾ. സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ്, നാടകത്തിന് ടോണി അവാർഡ്, സംഗീതത്തിന് ഗ്രാമി അവാർഡ് എന്നിവയ്ക്ക് തുല്യമാണ് ടെലിവിഷൻ പ്രോഗ്രാമിനുള്ള എമ്മി അവാർഡ്. ടെലിവിഷൻ രംഗത്തെ ഓസ്കാർ എന്ന് എമ്മി അവാർഡ് അറിയപ്പെടുന്നു. 2024 എമ്മി അവാർഡ് ലഭിച്ച ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്രാമ സീരീസാണ് ഷോഗൺ. ഷോഗൺ ജപ്പാൻ്റെ പശ്ചാത്തലത്തിലുള്ള അമേരിക്കൻ ചരിത്ര നാടക ടെലിവിഷൻ പരമ്പരയാണ്. അടുത്തത് 52ാമത് ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സ്. ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സ് അമേരിക്കക്ക് പുറത്ത് നിർമ്മിച്ച് സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പരിപാടികളുടെ മികവിനെ അംഗീകരിക്കുന്നതാണ് ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സ്. ഫ്രഞ്ച്, അമേരിക്കൻ, ജാപ്പനീസ് ടെലിവിഷൻ പരമ്പരയായ ഡ്രോപ്സ് ഓഫ് ഗോഡ് ആണ് ഈ വർഷത്തെ മികച്ച ഡ്രാമ സീരീസായി സമ്മാനിക്കപ്പെട്ടത്. ഇതോടൊപ്പം ഓർക്കുക, 2023 ഇൻ്റർനാഷണൽ എമ്മി അവാർഡ് ലഭിച്ച 2 ഇന്ത്യക്കാരാണ് വീർദാസ്, ഏക്താ കപൂർ എന്നിവർ. മികച്ച കോമഡി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ട വീർദാസ് ലാൻഡിങ്ങിലൂടെയാണ് 2023 ഇൻ്റർനാഷണൽ എമ്മി അവാർഡ് വീർദാസ് നേടിയത്. ഇൻ്റർനാഷണൽ ഡയറക്ടറേറ്റ് അവാർഡാണ് സിനിമ ടെലിവിഷൻ നിർമ്മാതാവായ ഏക്താ കപൂർ നേടിയത്. 2024 ഇൻ്റർനാഷണൽ എമ്മി അവാർഡ് ഫംഗ്ഷനിലെ ഹോസ്റ്റായിരുന്നു വീർദാസ്. ഇങ്ങനെ ഇൻ്റർനാഷണൽ എമ്മി അവാർഡ് ഫംഗ്ഷനിൽ ഹോസ്റ്റായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വീർദാസ്. അടുത്തത് 77ാമത് ടോണി അവാർഡ്. അമേരിക്കൻ നാടകവേദിയിലെ മികവിന് നൽകുന്ന അൻ്റോയിനെറ്റ് പെറി അവാർഡ്, പക്ഷെ ജനകീയമായി അറിയപ്പെടുന്ന പേര് ടോണി അവാർഡ് എന്നാണ്. അൻ്റോയിനെറ്റ് പെറി അവാർഡ് അറിയപ്പെടുന്ന പേര് ടോണി അവാർഡ്. ഈ പുരസ്കാരങ്ങളുടെ ആരംഭം 1947 2024 നടന്നത് 77ാമത് ടോണി അവാർഡ് പ്രഖ്യാപനം. 66ാമത് ഗ്രാമി അവാർഡ്. എല്ലാ വർഷവും അമേരിക്കയിലെ നാഷണൽ അക്കാഡമി ഓഫ് റെക്കോർഡിംഗ് ആർട്സ് ആൻഡ് സയൻസ് സംഗീതത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. 1959 ആരംഭിച്ച പുരസ്കാരത്തിൻ്റെ ആദ്യകാലത്തെ പേര് ഗ്രാമഫോൺ അവാർഡ്സ് എന്നായിരുന്നു. ഗ്രാമി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ സിത്താർ വാദകനായ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. 1968. 2013 ഗ്രാമിയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയ ഏക ഇന്ത്യക്കാരനാണ് 5 പ്രാവശ്യം ഗ്രാമി നേടിയിട്ടുള്ള പണ്ഡിറ്റ് രവിശങ്കർ. ഗ്രാമി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി തൻവി ഷാ. 2008 തൻവി ഷാ. AR റഹ്മാൻ നേടിയത്
2 ഗ്രാമി അവാർഡുകൾ. തൻവീഷായും AR റഹ്മാനും ഗ്രാമി അവാർഡുകൾ നേടിയത് സ്ലം ഡോഗ് മില്യനെയർ സിനിമയിലെ ഗാനങ്ങൾക്കാണ്. 3 തവണ ഗ്രാമി നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് റിക്കി കെച്ച്. 2024 ഗ്രാമി അവാർഡ് നേടിയവരാണ് തബലവാദകൻ സക്കീർ ഹുസൈൻ 3 എണ്ണം, ഫ്ലൂട്ടിസ്റ്റ് രാകേഷ് ചൗരസ്യ 2 എണ്ണം, ഗായകൻ ശങ്കർ മഹാദേവൻ 1 എണ്ണം, ഗഞ്ചിറവാദകൻ വി ശെൽവഗണേഷ് 1 എണ്ണം, വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ 1 എണ്ണം. ഇപ്പോൾ സക്കീർ ഹുസൈൻ 5 ഗ്രാമി അവാർഡുകളുടെ ഉടമയാണ്. വിശ്വമോഹൻ ഭട്ട്, ഫാൽഗുനി ഷാ, നീല വാസ്വാനി, ഗുൽസാർ, H. ശ്രീധർ, PA ദീപക് അടക്കം ഗ്രാമി അവാർഡ് നേടിയ ഇന്ത്യക്കാർ 15 പേർ. 2024 ഗ്രാമി അവാർഡ് നേടിയ ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്. 2024 ഗ്രാമി അവാർഡ് നേടിയ ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെൻറ്റ്. ദിസ് മൊമെൻറ്റ് എന്ന ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം തയ്യാറാക്കിയത് ശക്തി ഫ്യൂഷൻ ബാൻഡ്. ശക്തിയുടെ സാരഥികളായ ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫിൻ, തബലവാദകൻ സക്കീർ ഹുസൈൻ, ഗഞ്ചിറവാദകൻ ശെൽവഗണേഷ്, വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ, ഗായകൻ ശങ്കർ മഹാദേവൻ എന്നിവർ ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിന് 2024 ഗ്രാമി അവാർഡ് നേടി. സക്കീർ ഹുസൈൻ്റെ 2024 രണ്ടാമത്തെ ഗ്രാമി അവാർഡ് രാകേഷ് ചൗരസ്യയുടെ കൂടെയാണ്. ഫ്ലൂട്ടിസ്റ്റ് രാകേഷ് ചൗരസ്യയുടെ കൂടെ. ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് 2024 പഷ്തോ എന്ന ഗാനത്തിനാണ് ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിൽ സക്കീർ ഹുസൈനും രാകേഷ് ചൗരസ്യക്കും ഗ്രാമി ലഭിച്ചത്. സക്കീർ ഹുസൈൻ്റെ 3ാമത്തെ ഗ്രാമി അവാർഡും ഫ്ലൂട്ടിസ്റ്റ് രാകേഷ് ചൗരസ്യയുടെ കൂടെയാണ്. കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം 2024 ഗാനം ആസ് വി സ്പീക്ക്. കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം 2024 ആസ് വി സ്പീക്ക് എന്ന ഗാനത്തിനാണ് സക്കീർ ഹുസൈനും രാകേഷ് ചൗരസ്യയും മറ്റൊരു ഗ്രാമി അവാർഡ് നേടിയത്. ഇവയിൽ ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് വിഭാഗത്തിൽ നോമിനേഷൻ കിട്ടിയ ഒരു ഗാനമാണ് എബണ്ടൻസ് ഇൻ മില്ലറ്റ്സ്. എബണ്ടൻസ് ഇൻ മില്ലറ്റ്സ് എന്ന ഗാനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഫാൽഗുനി ഷാ, ഗൗരവ് ഷാ എന്നിവരോടൊപ്പം എബണ്ടൻസ് ഇൻ മില്ലറ്റ്സ് എന്ന ഗാനത്തിൻ്റെ സഹരചയിതാവായിരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവാർഡ് കിട്ടിയില്ലെങ്കിലും നരേന്ദ്രമോദി കൂടി പങ്കാളിയായ ഗാനമാണ് എബണ്ടൻസ് ഇൻ മില്ലറ്റ്സ്. ഡിയർ ഫ്രണ്ട്സ്, സിനിമ, ടെലിവിഷൻ, നാടകം, സംഗീതം എന്നീ കലാമേഖലകളിലെ ലോകപ്രശസ്ത പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.